കോൺഗ്രസിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും മുതിർന്ന നേതാക്കളുടെ അടക്കം പേരുകൾ വലിച്ചിഴയ്ക്കുന്നത് മാധ്യമങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണെന്നും കോവളം സിറ്റിംഗ് എംഎൽഎയും UDF സ്ഥാനാർത്ഥിയുമായ എം വിൻസെന്റ് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ചർച്ചകളെ തർക്കമായി ചിത്രീകരിക്കുന്നു. ഒരു കാലത്തും ഉണ്ടാകാത്ത ഐക്യമാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കോൺഗ്രസിലുണ്ടായതെന്നും എം വിൻസെന്റ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 14 നിയോജക മണ്ഡലങ്ങളിൽ 13 LDF നേടിയപ്പോൾ UDFിൻ്റെ കൈപിടിച്ച ഏക നിയോജക മണ്ഡലമാണ് കോവളം. ഇത്തവണയും കോവളത്ത് UDFിൻ്റെ സാരഥി എം വിൻസെൻ്റ് തന്നെയാണ്. എം വിൻസെൻ്റ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നു. നമസ്കാരം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പല നിയോജക മണ്ഡലങ്ങളിലും പല പേരുകളുണ്ടെങ്കിലും കോവളത്ത് ഇപ്പോഴും ഒറ്റ പേരാണ് എം വിൻസെൻ്റ്. എന്താണ് അതിൻ്റെ ഗുഡൻസ്? അല്ല, വേറെ ഗുഡൻസ് ഒന്നുമില്ല. സിറ്റിംഗ് MLA വരെ മത്സരിക്കാൻ പറഞ്ഞു, അത്ര തന്നെ. കോവളത്തെ സംബന്ധിച്ച് ആദ്യമായി തന്നെ അങ്ങ് പ്രചരണം ആരംഭിച്ച ഒരു നിയോജക മണ്ഡലമാണ്. അതിൽ പേര് വരുത്തേണ്ട ആളുകൾ വരുത്താത്തത് കൊണ്ടായിരിക്കാം, അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇത്തവണ കോവളത്ത് ഭൂരിപക്ഷം വർദ്ധിക്കുമോ? നന്നായി ജയിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ജനം വിലയിരുത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വികസനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ജനങ്ങളുടെ അവൈലബിലിറ്റി ആയിരുന്നാലും ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും വേണ്ടത് അവൈലബിലിറ്റിയാണ്. അത് എല്ലായ്പ്പോഴും ഉണ്ടായി. ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്തും സ്ഥലത്തും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പറയുമ്പോൾ അതിലൊരു അതിശയോക്തിയും ഉണ്ടാകുമെന്ന് ജനങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ പക്ഷേ പല നിയോജക മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം പല നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ചർച്ചകളിലടക്കം ഒരു താമസം വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ തിരിച്ചടിയാവോ ഈ തെരഞ്ഞെടുപ്പിന്? ഒരു താമസവും വന്നിട്ടില്ല. ഇന്ന് UDF എന്ന മുന്നണി മാത്രമാണ് സമ്പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക മുന്നണി. ഇടതുപക്ഷം ഇന്നലെയാണ് തിരുവനന്തപുരത്തെ സീറ്റുകൾ വരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ഒരല്പം വൈകും. ആ അല്പം വൈകുന്നത് ഒരു ബെറ്റർ ചോയ്സിന് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നമുക്ക് എല്ലായിടത്തും നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളിൽ നിന്നെല്ലാം വരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. കോൺഗ്രസ്സിൽ ഒരു കലാപം ഉണ്ടാക്കണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് മാധ്യമങ്ങളാണ്. അവർ ഇല്ലാത്ത കാര്യങ്ങളാണ് പലതും പറയുന്നത്. അത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ പേര് പോലും വലിച്ചഴിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മാധ്യമ പ്രചാരണം തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അവർ തന്നെ അത് മനസ്സിലാക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NS നസൂർ അടക്കം രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് പല സ്ഥാനാർത്ഥി ഇതിനെതിരെയും ഉയർത്തിയിരിക്കുന്നത്. എന്താണ് അതിനോട്? അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പ്രതികരിക്കാനില്ല. എന്തായാലും കോവളം ഇത്തവണയും UDFിനൊപ്പം നിൽക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് എം വിൻസെൻ്റ് നൽകുന്നത്. ക്യാമറാമാൻ ഷിബു ചെടിശ്ശേരിക്കൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.